ബഹുമാനപ്പെട്ട വികാരിച്ച, ബഹുമാനപ്പെട്ട കല്ലാളച്ചന്മാരെ, വാത്സല്യമുള്ള മറ്റ് വൈദികരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട വധൂവരന്മാരെ, നമ്മുടെ ഈ പരിശുദ്ധ കുർബാനയുടെ നടുവിൽ ജെയിംസും ക്ലാരമ്മയും തമ്മിലുള്ള വിവാഹം എന്ന കുദാശ പരികർമ്മം ചെയ്യുകയാണല്ലോ. വലിയ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി ഇവരെല്ലാവരും നോക്കിയിരുന്നത്. നമ്മളുടെ വലിയ പള്ളി നിറയെ ആളുകൾ വന്ന് ഈ പരിശുദ്ധ കുർബാനയിലും വിവാഹ തിരുക്കർമ്മത്തിലും പങ്കെടുക്കുന്നു എന്നത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ വലിയൊരു പ്രഘോഷണമായിട്ടുകൂടെ ഞാൻ കാണുകയാണ്. ഈ ഒരു വർഷക്കാലം കത്തോലിക്ക സഭ കുടുംബത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും വളരെ കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പരിശുദ്ധ പിതാവ് റോമിൽ വിളിച്ചുകൂട്ടുന്ന സിനഡിൻ്റെയും പഠന വിഷയം കുടുംബമാണ്, വിവാഹമാണ്, വിവാഹബന്ധമാണ്. വിവാഹമോചനത്തെ നമ്മൾ എത്ര കർക്കശത്തോടു കൂടി വേണം സമീപിക്കാൻ എന്നുള്ള പഠനമാണ്. അങ്ങനെയുള്ള ആ ഒരു വലിയ ലോക സംസാര വിഷയത്തിൻ്റെ നിറവിലാണ് നമ്മൾ ഇവരെ വിവാഹമെന്ന പരിശുദ്ധ കുദാശ സ്വീകരിക്കാനായിട്ട് ഒരുക്കുന്നതും. ഞാൻ ഈ അവസരത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട തിരുവചനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണം മാത്രമേ നൽകുന്നുള്ളൂ. അവർ ഇരുവരും ഒരു ശരീരമായി തീരും, പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒന്നാണ്. ഈശോ മോശയുടെ നിയമം പൂർത്തീകരിച്ചുകൊണ്ട് പറഞ്ഞ വലിയൊരു പ്രമാണമാണ്. ഇന്നത്തെ പ്രാർത്ഥനയുടെ ആദ്യ ശ്ലോകയിൽ തന്നെ നമ്മൾ കണ്ടു, ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന്. നിരന്തരമായ ഒരു കണ്ടെത്തലാണ് ഈ ഒന്നായിത്തീരൽ. പരിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ വിവാഹമെന്ന കൂദാശയിൽ അല്ലെങ്കിൽ ഏതാനും ദിവസത്തേക്ക്, ഏതാനും വർഷങ്ങളിലേക്ക് ഉള്ള ഒരു കാര്യമല്ല. അവരുടെ ജീവിതം കൊണ്ട് അവർ കണ്ടെത്തേണ്ട ഒരു ആത്മീയ പ്രമാണമാണ് നിരന്തരമായ ഈ ഒന്നായിത്തീരൽ. രണ്ടുപേര് ഒന്നായിത്തീരണം എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ പ്രയാസമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് എല്ലാവരും അവരവരുടെ തനിമയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലമാണ്. അവിടെയാണ് ഈശോയുടെ ഈ പ്രമാണത്തിൻ്റെ പ്രത്യേകത നാം മനസ്സിൽ കാത്ത് സൂക്ഷിക്കേണ്ടത്. വളരെ ആത്മീയ പ്രാധാന്യമുള്ള ഒരു സമീപനം നമ്മൾ എടുത്തു എങ്കിൽ മാത്രമേ ഈ ഒന്നായിത്തീരൽ നമുക്ക് സാധിക്കുകയുള്ളൂ. വളരെ വ്യത്യസ്തമായ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന രണ്ട് വ്യക്തികൾ ഒറ്റ ശരീരമായിട്ട് ഒരുപോലെ പെരുമാറണം. നമ്മുടെ പ്രാർത്ഥനയിൽ കേൾക്കുന്ന മനോഹരമായ ഒരു അപേക്ഷയാണല്ലോ, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. അതാണ് ഈ ഒന്നായിത്തീരലിൻ്റെ ഒരു തിരുവചന ഭാഗം. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും. അത് വലിയൊരു മാറ്റമാണ്. വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു പുരുഷന് വരുന്ന വലിയൊരു മാറ്റം. മാതാപിതാക്കളെ തള്ളിക്കളയുകയല്ല, കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി
ഒരു കുടുംബത്തിന് രൂപം നൽകുവാനുള്ള ആ കാര്യത്തിലേക്ക് കടന്നു വരികയാണ്. അതായത് ബെനഡിക്ട് പിതാവ് ഒരിക്കൽ ഒരു വിവാഹ ആശീർവാദത്തിൽ ഈ തിരുവചനം വ്യാഖ്യാനിച്ച് പറഞ്ഞു, ഇന്നു മുതൽ എൻ്റെ അമ്മ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നാലേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് ഈ ചെറുക്കൻ വാശി പിടിക്കരുത്. അതാണ് മാർപ്പാപ്പ പറഞ്ഞ ഒരു വളരെ പ്രായോഗികമായ ഒരു കാര്യം. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് വേറൊരു തനിമ അന്വേഷിക്കുകയാണ്. വളരെ ഒരു ചെറിയ ഉദാഹരണമാണ് മാർപ്പാപ്പ പറഞ്ഞതെങ്കിലും വലിയ അർത്ഥമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരു വിടുതൽ ഈ ഒരു ഐക്യത്തിന് ആവശ്യമാണ്. സ്ത്രീയെക്കുറിച്ച് പറയുമ്പോഴും ആരാധനക്രമം നമ്മെ പഠിപ്പിക്കുന്നത്, എൻ്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും മറന്ന് കളയുക. സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഈ ഒരുമിക്കലിന് വേണ്ടിയുള്ള കാര്യം അതാണ്. വലിയൊരു ഡിമാൻഡാണ്. ഈശോ സ്ത്രീഹന്മാരെ വിളിച്ചപ്പോൾ പോലും ഇത്രയും ആഴമുള്ള ഒരു വിളി, ഒരു വിടുതൽ അവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവർ വഞ്ചി ഉപേക്ഷിച്ചു, വള്ളം ഉപേക്ഷിച്ചു, തീരപ്രദേശങ്ങൾ ഉപേക്ഷിച്ചു, ചുങ്കസ്ഥലം ഉപേക്ഷിച്ചു, മാതാപിതാക്കളെ അവർ വിട്ടു. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാതാപിതാക്കളെ അവർ വിട്ടു. സമറിയാക്കാരി സ്ത്രീയാണ്, കുടം ഉപേക്ഷിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് ഒരു വ്യക്തി ഈശോയെ അനുഗമിക്കുവാൻ. പക്ഷേ കല്യാണത്തിലേക്ക്, വിവാഹത്തിലേക്ക് വരുമ്പോൾ ഈശോ പറയുന്നത്, നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും മറന്നു കളയണം. നിനക്ക് വേറൊരു ഓർമ്മയാണ് ഇനി ആവശ്യം. നിന്റെ ഭർത്താവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അത് സഭ ഈശോയെക്കുറിച്ചുള്ള ഓർമ്മയിലേക്ക് എപ്പോഴും വളരുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു ഒന്നാകലിൽ ഈശോ പറഞ്ഞിരിക്കുന്ന ആ മാനദണ്ഡങ്ങൾ വളരെ ശക്തമായ ഒരു ദൈവവിളി നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഏറ്റവും ആധികാരികമായ ദൈവവിളി. അവർ മറന്നു കളയേണ്ടതും അവർ ആയിത്തീരേണ്ടതുമായ വലിയൊരു ആധ്യാത്മിക ബന്ധത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ പ്രാർത്ഥനകളുടെയൊക്കെ ഉള്ളിൽ വിവാഹമെന്ന കൂദാശ പരികർമ്മം ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ ഹൃദയ ഐക്യം വലിയൊരു ഹാർമണിയാണ്. ഹൃദയ ഐക്യം, ആ ഹാർമണി പിന്നീട് അവരുടെ ജീവിതത്തിൽ അവർ കണ്ടെത്തുന്ന കാര്യങ്ങളിലെല്ലാം ഇംഗ്ലീഷിൽ നമ്മൾ സിംഫണി എന്ന് പറയുമല്ലോ, ആ സിംഫണിയിലേക്ക് അവർ തമ്മിലുള്ള ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു താളക്രമത്തിലേക്ക് നമ്മൾ വരികയാണ്. വിവാഹം, മാരേജ് എന്ന് പറയുന്നത് ഒരു ഹാർമണിയാണ്. ഹൃദയ ഐക്യത്തിൽ നമ്മൾ ഒന്നാകണം. ആ ഒന്നാകലിൽ നമ്മൾ വളരുമ്പോൾ അതൊരു സിംഫണിയാണ്, അതൊരു താളക്രമമാണ്. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തോട് വന്നു ചേരുന്ന ഒരു കാര്യമാണ്. അത് സങ്കീർത്തനം നമ്മൾ പാടുന്നത് പോലെയാണ്. വലിയ ദൈവശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്, ഈ യാത്ര, ഈ വിവാഹം, അതിലുള്ള ഹാർമണി, അതിലുള്ള സിംഫണി, അതൊരു സാൽമടിയാണ്. സങ്കീർത്തനം നമ്മൾ പാടുന്നത് പോലെയാണ്, വായിക്കുന്നത് പോലെയല്ല, പാടുന്നത് പോലെയാണ്. അതാണ് ഈശോ വിവാഹത്തെക്കുറിച്ച് മോശയുടെ നിയമത്തിന് പൂർത്തീകരണം നൽകിയപ്പോഴും ക്രൈസ്തവ വിവാഹത്തിൻ്റെ മാനദണ്ഡങ്ങൾ പറഞ്ഞപ്പോഴും ഈ ഐക്യം, ഈ താളക്രമം, ഈ സങ്കീർത്തന കീർത്തന പാരായണം, അതാണ് വിവാഹത്തിൽ വേണ്ടത്. അവിടെയാണ് നമ്മൾ ഒന്നാകേണ്ടത്, നമ്മൾ പരസ്പരം മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ പിതാവ് കുടുംബത്തെക്കുറിച്ച്, വിവാഹത്തെക്കുറിച്ച് ഉള്ള സിനഡിൽ പിതാവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ ഈ തരത്തിലുള്ള ഒരു സുവിശേഷവൽക്കരണമാണ്. കുടുംബത്തിൻ്റെ സുവിശേഷം എന്താണ്? തിരുക്കുടുംബം എന്ന് നമ്മൾ പറയുന്ന നസ്രത്തിലെ കുടുംബത്തിലും അതാണ് മാർപ്പാപ്പ മാതൃകാ കുടുംബമായിട്ട് കാണിച്ചു വന്നിരിക്കുന്നത്.
എന്തെല്ലാം വിഷമങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. മറിയം യോസേഫുമായിട്ട് സംഗമിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭിണിയായി. ഗർഭാവസ്ഥയിൽ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ അവൾക്കൊരു വീട് കിട്ടാണ്ട് വന്നു. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു. ഈജിപ്തിൽ നിന്ന് തിരിച്ചു വന്ന് കൊച്ചിനെ വളർത്തി പെരുന്നാൾ കൂടാൻ പോയപ്പോൾ കൊച്ച് കാണാതെ പോകുന്നു. പിന്നെയും കണ്ടുകിട്ടി ആ കുഞ്ഞിൻ്റെ കൂട്ടത്തിൽ വളർന്ന് ആ കുട്ടി കുരിശിൽ മരിക്കുന്നത് കാണേണ്ടി വരുന്നു. ആ കുടുംബത്തെയാണ് മാതൃകാ കുടുംബം എന്ന് ആദ്യം മുതൽ തിരുസഭ പഠിപ്പിക്കുന്നത്. അതാണ് മാതൃകാ കുടുംബം. ഒരമ്മ അല്ലെങ്കിൽ ഒരു പിതാവ് അവിടെ അനുഭവിക്കേണ്ടി വരുന്ന ആ വേദനകളെല്ലാം സ്വന്തമാക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു ആധ്യാത്മികമായിട്ടുള്ള ഐക്യം, അതാണ് മാതൃകാ കുടുംബം, തിരുക്കുടുംബം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവരനുഭവിച്ച ആ വേദന, ഈശോയെ ആ കുടുംബത്തിൽ പരിരക്ഷിക്കാൻ വേണ്ടി ആ മാതാപിതാക്കൾ എടുത്ത ത്യാഗങ്ങൾ, അതെല്ലാമാണ് കുടുംബത്തിൻ്റെ സവിശേഷത. ഇന്ന് യൂറോപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ളത് ഡൈവോഴ്സ് ആണല്ലോ, വിവാഹ മോചനം. നമ്മളിന്ന് വായിച്ചു കേട്ടതും അതാണ്. ഈശോയോട് യഹൂദന്മാർ വന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞ ആ ഉത്തരം നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ്. അതാണ്. അവിടെ ഹാർമണിയില്ല, സിംഫണിയില്ല, സങ്കീർത്തനത്തിൻ്റെ കീർത്തനങ്ങൾ പാട്ടായിട്ട് നമ്മൾ പാടുന്നതിൻ്റെ ആ സൗന്ദര്യമില്ല. ഹൃദയ കാഠിന്യമാണ്, വാശിയാണ്, പിടിവാശിയാണ്, നിർബന്ധ ബുദ്ധികളാണ്. അതാണ് ഈശോ പറഞ്ഞ ഉത്തരം. നമ്മൾ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ മോശെ അത് അനുവദിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോൾ സഭയുടെ പിതാക്കന്മാരതിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം മോശ ഗതികേട് കൊണ്ട് അനുവദിച്ചതാണ്. പ്രധാന പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം കണ്ട് മടുത്ത് ആ മനുഷ്യൻ അങ്ങനെ ഒരു അനുഭവം തന്നതാണ്. നിങ്ങൾക്ക് ഉപേക്ഷാപത്രം എഴുതി കൊടുത്തു വേണമെങ്കിൽ പോകാം. അതല്ല വിവാഹത്തിൻ്റെ സന്ദേശം. ആദിയിൽ പുരുഷനും സ്ത്രീയുമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അവർ തമ്മിലുള്ള ആ കണ്ടെത്തലും ഐക്യവുമാണ് വിവാഹത്തിൻ്റെ അടിസ്ഥാനപരമായ കാതൽ എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടെ പറഞ്ഞ്. യൂറോപ്പിലും നമ്മുടെ നാട്ടിലുമൊക്കെ കുടുംബജീവിതം തകരുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കുടുംബജീവിതത്തിൽ മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ കുടുംബത്തിന് പുറത്ത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ കുടുംബം തകർന്നു. കുടുംബജീവിതത്തിൽ മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയം, ഉദാഹരണം ലൈംഗികത, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധം, അല്ലെങ്കിൽ കുട്ടികളെ ജനിപ്പിക്കൽ, ദാമ്പത്തിക സ്നേഹം, കുടുംബത്തിൽ മാത്രം കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ കുടുംബത്തിന് പുറത്ത് നമ്മൾ നടത്തുമ്പോൾ കുടുംബം തകർന്നു. അത് യൂറോപ്പാണെങ്കിലും അമേരിക്കയാണെങ്കിലും കേരളമാണെങ്കിലും എല്ലാം ഒരുപോലെയാണ്. അതിലേക്കുള്ള ഒരു വെളിച്ചം വീശലാണ് ഈ തിരുവചനത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ അവകാശമുള്ള കാര്യങ്ങൾ വേറൊരു വേദിയിൽ, വേറൊരു വ്യക്തിയുമായിട്ട്, വേറൊരു സാഹചര്യത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ ഈ ബന്ധം തകരുകയാണ്. അത്ര പരിശുദ്ധമായ ഗൗരവതരമായ ഒരു കാര്യത്തിലേക്കാണ് കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും, ജെയിംസും കാരുണ്യയും മാത്രമല്ല, ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന നിങ്ങളെല്ലാവരും കുടുംബജീവിതം നയിക്കുന്നവരാണ്. പരിശുദ്ധമായ ആ ജീവിതത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നതിനും അന്വേഷിക്കുന്നതിനുമുള്ള അവസരമായിട്ട് ഈ തിരുക്കർമ്മങ്ങളെ നമ്മളെല്ലാവരും പരിഗണനയിലെടുക്കണം. ഇന്ന് ജെയിംസും ക്ലാരമ്മയും ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് അവരുടെ മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ജെയിംസ് എൻ്റെ സെക്രട്ടറിക്ക് അനുജനാണ്. അവരുടെ മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാവരും ഇവിടെയുണ്ട്.
അവരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നല്ല ക്രിസ്തീയ പാരമ്പര്യം കാത്ത് സൂക്ഷിച്ച് ഒരു കത്തോലിക്കൻ ആയതിൽ അഭിമാനം കൊള്ളുന്ന അപ്പൻ്റെയും അമ്മയുടെയും മക്കളാണ് അവർ. ഇത് വലിയൊരു വിശിഷ്ടമായ സവിശേഷതയാണ്. ഞാൻ പ്രത്യേകിച്ച് ആ കുടുംബത്തെ ഓർക്കുന്നു. അതുപോലെ തന്നെ ആവിമൂട്ടിൽ കുടുംബവും നമ്മളുടെ രൂപതയുടെയും നമ്മുടെ സഭയുടെയും പാരമ്പര്യങ്ങളും വിശുദ്ധമായ തനിമകളെയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതിൽ വളരെയേറെ താല്പര്യം കാണിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ക്ലാരമ്മയുടെ പേരപ്പനാണ് നമ്മുടെ രൂപതയുടെ വലിയൊരു പാട്ടുകാരന്. അദ്ദേഹവും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ രൂപതയോട് വളരെ ബന്ധപ്പെട്ട സെക്രട്ടേറിയറ്റിൻ്റെ സഹോദരനും രൂപത കോയറിൻ്റെ ചേരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറിൻ്റെ സഹോദരൻ്റെ മകൾ എന്ന നിലയിലും രൂപതയ്ക്കും വളരെ പ്രത്യേകമായ സ്നേഹവും അടുപ്പവുമുള്ള രണ്ട് കുടുംബമാണ് ആനിത്തോട്ടത്തിൽ കുടുംബവും ആവിമൂട്ടിൽ കുടുംബവും. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടെ ധാരാളം അച്ഛന്മാരും മറ്റ് ആളുകളുമൊക്കെ ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ജെയിംസിനെയും ക്ലാരൻ്റെയും ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. അൽഫോൻസാമ്മയോട് മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കും.